ഹലോ 21st സെഞ്ച്വറിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സ്കിൽസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മെയിനായിട്ട് സ്റ്റുഡൻസിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി ഹൈസ്കൂൾ സ്റ്റുഡൻസിന്. അവരുടെ ഫ്യൂച്ചർ സക്സസ് ആക്കുന്നതിനും ഇപ്പോൾ ഈ ഒരു 21st സെഞ്ച്വറിയിൽ നല്ല എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിനും എന്തെല്ലാം സ്കിൽസ് വേണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് 21st സെഞ്ച്വറി സ്കിൽസ് എന്ന് നമുക്ക് പരിചയപ്പെടാം. സ്കിൽസ് നീഡഡ് ടു thrive ഇൻ ടുഡേയ്സ് കോംപ്ലെക്സ് വേൾഡ്. നമുക്കറിയാം, നമ്മുടെ വേൾഡ് ദിനം തോറും കോംപ്ലെക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള വേൾഡിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സ്കിൽസാണ് 21st സെഞ്ച്വറി സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. മെയിൻ 4 C's ഓഫ് 21st സെഞ്ച്വറി സ്കിൽസ് എന്നാണ് ഇവ നാലും അറിയപ്പെടുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ്, എസെൻഷ്യൽ ഫോർ ബോത്ത് അക്കാഡമിക് ആൻഡ് കാരിയർ സക്സസ്. നമ്മുടെ കാരിയർ സക്സസ് ആകുന്നതിനും അതുപോലെ അക്കാഡമിക്സിൽ നന്നായി പെർഫോം ചെയ്യാനും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സ്കിൽസാണ് ഈ 21st സെഞ്ച്വറി സ്കിൽസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4 C's ഓഫ് 21st സെഞ്ച്വറി ലേണിംഗ്. 4 C's എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിട്ടിക്കൽ തിങ്കിങ്. നമുക്കറിയാം, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്ത് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനെയുമാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോജിക്കലി തിങ്ക് ചെയ്യുക, ഇൻഫോംഡ് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത. തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് ആൻഡ് ജനറേറ്റിംഗ് ന്യൂ ഐഡിയാസ്. വളരെ നോവലായിട്ടുള്ള, ഇതുവരെ ആരും കേൾക്കാത്ത ന്യൂ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാവരും സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൽ നിന്നും മാറി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പ്രോസസ്സിലൂടെ ഒരു പുതിയ ഐഡിയ കണ്ടെത്തുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ക്രിയേറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കൊളാബറേഷൻ. വർക്കിംഗ് ഇഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരു സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ടീം വർക്ക് എന്നതാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നല്ല കൊളാബറേഷൻ കഴിവുള്ള ഒരാൾക്ക് നല്ല പ്രോപ്പറായിട്ട് കോപ്പറേറ്റീവായിട്ട് ടീം വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് 4 C'സിലെ ലാസ്റ്റ് വൺ പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എക്സ്പ്രസിങ് തോട്ട്സ് ക്ലിയർലി ആൻഡ് ഇഫക്റ്റീവ്ലി ഇൻ ഡൈവേഴ്സ് ഫോം. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, ഐഡിയകൾ, തോട്ട്സുകൾ എല്ലാതും മറ്റുള്ളവരേക്ക് വളരെ ക്ലിയറായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 C's ഓഫ് 21st സെഞ്ച്വറി ലേണിംഗ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ ആൻഡ് ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിജിറ്റൽ ലിറ്ററസിയാണ്. നമുക്കറിയാം, നമ്മളൊരു ഡിജിറ്റൽ എറയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡിജിറ്റൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിജിറ്റൽ ടൂൾസ് ഇഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എല്ലാവർക്കും കൃത്യമായിട്ട്, എസ്പെഷ്യലി സ്റ്റുഡൻസിന് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ എബിലിറ്റി ടു ഇവോൾവ് ഇൻഫർമേഷൻ ഓൺലൈൻ. അതായത് ഈ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സേഫ് ആൻഡ് എത്തിക്കൽ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയ യൂസസിലും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സേഫ് ആയിട്ടുള്ള എത്തിക്കലായിട്ട് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഗ്ലോബൽ അവയർനെസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബൽ ഇഷ്യൂ ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂമൻ റൈറ്റ്സ്, എക്കണോമിക് ഇനിക്വാളിറ്റി എക്സെട്ര. അതായത് നമ്മളുടെ ഗ്ലോബലി ഫേസ് ചെയ്യുന്ന ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, ഗ്ലോബൽ ഇഷ്യൂസ്. ഇവരെക്കുറിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കണം.
The next, the importance of cultural awareness and respect of diversity. പല തരത്തിലുള്ള കൾച്ചേഴ്സ് ഉണ്ടല്ലേ, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ ഇവ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, റെസ്പെക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് പറയുന്നത് ബി ആൻ ആക്റ്റീവ് ഗ്ലോബൽ സിറ്റിസൺ ഹു കോൺട്രിബ്യൂട്ട് ടു ദ സൊല്യൂഷൻ. ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഗ്ലോബൽ സിറ്റിസൺ നമ്മളുടെ പ്രോബ്ലംസിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ മാത്രം കഴിവുള്ള കപ്പാസിറ്റി ഉള്ളൊരു ആക്റ്റീവ് ഗ്ലോബൽ സിറ്റിസൺ. ഒരു സോഷ്യൽ അവയർനെസ് ആണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സോഷ്യൽ ആൻഡ് ഗ്ലോബൽ അവയർനെസ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ. അടുത്തൊരു സ്കില്ലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഇവിടെ പറയുന്നത് ടാക്ലിംഗ് റിയൽ വേൾഡ് പ്രോബ്ലം യൂസിങ് ലോജിക്കൽ തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ്ങിലൂടെ ഒരു പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, റിയൽ വേൾഡ് പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്ലൈയിങ് നോളജ് ഫ്രം മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ടു ഫൈൻഡ് സൊല്യൂഷൻ. ഒരു മൾട്ടി ഡിസിപ്ലിനറി മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസിലൂടെയും സബ്ജക്റ്റിലൂടെയും ഒത്തിരി ഇൻഫോർമേഷൻസ്, നോളജ് ഉണ്ടായിരിക്കും. അതിനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് റിയൽ വേൾഡ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി ശ്രമിക്കണം. നെക്സ്റ്റ്, എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ ഇത്തരത്തിൽ ലോജിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ളവർക്ക് ഇന്നോവേഷൻസും അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പൊക്കെ എൻകറേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി ഉണ്ടായിരിക്കും. ദ നെക്സ്റ്റ് പറയുന്നത് ലീഡർഷിപ്പ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് ആൻഡ് ഇനീഷ്യേറ്റീവ്. ഒരു ടീമിന് ഒരു പ്രോപ്പർ സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ടേക്കിംഗ് ചാർജ് ഓഫ് സിറ്റുവേഷൻ ആൻഡ് ലീഡിങ് ടീം. ആ ഒരു സിറ്റുവേഷനിൽ റെസ്പോൺസിബിളായിട്ട് ആ ചാർജ് ഏറ്റെടുക്കുകയും ആ ടീമിന് പ്രോപ്പർ ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഡെവലപ്പിംഗ് സെൽഫ് ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് പെർസിവറൻസ്. നല്ല സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് നല്ലൊരു ലീഡർ ആവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് എടുത്ത് ടൈം ബൗണ്ടായിട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. പെർസിവറൻസ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ്, encouraging team members to step up and take initiative in project and activities. മറ്റ് ടീം മെമ്പേഴ്സിനെ കൂടി ഇൻസ്പയർ ചെയ്യാനും അതുപോലെ തന്നെ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും കൂടി കഴിവുള്ള ഒരാളായിരിക്കണം പ്രോപ്പർ ലീഡർ. ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഇനീഷ്യേറ്റീവ് എബിലിറ്റിയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കഴിവൊക്കെ 21st സെഞ്ച്വറി സ്കിൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ദ നെക്സ്റ്റ് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം നമ്മുടെ വേൾഡ് ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഡെവലപ്മെൻറ്റ് എല്ലാ ഏരിയാസിലും ഇത്തരത്തിലുള്ള ചാലഞ്ചസും പുതിയ പുതിയ സിറ്റുവേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അഡാപ്റ്റിംഗ് ടു ന്യൂ സിറ്റുവേഷൻ ആൻഡ് ചാലഞ്ചസ്, ഇതിനെ പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ബീയിങ് ഓപ്പൺ ടു ചേഞ്ച് ആൻഡ് റെഡി ടു ലേൺ ന്യൂ സ്കിൽസ്. നമ്മൾ ഈ ചേഞ്ചസിനനുസരിച്ച്, വേൾഡിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ഒപ്പം തന്നെ പുതിയ പുതിയ സ്കിൽസ് അച്ചീവ് ചെയ്യാനും എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യാനൊക്കെ ഉള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, റെഡി ടു ലേൺ ആയിരിക്കണം. നെക്സ്റ്റ്, ദ എബിലിറ്റി ടു പൈവറ്റ് ഇൻ എ റാപ്പിഡ്ലി ഇവോൾവിങ് വേൾഡ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, റാപ്പിഡായിട്ട് ഇവോൾവ് ചെയ്യുന്ന ഈ ഒരു വേൾഡിൽ വളരെ പെട്ടെന്ന് തന്നെ പുതിയ സ്കിൽസ് അച്ചീവ് ചെയ്ത് അതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ഫ്യൂച്ചറിൽ സക്സസ്ഫുള്ളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. ദ നെക്സ്റ്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. ഇമോഷണൽ സ്കിൽസിനും സോഷ്യൽ അവയർനെസ്സിനും അത് വളരെയധികം സോഷ്യൽ സ്കിൽസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാനേജിങ് ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കണം. സെറ്റിംഗ് ഗോൾസ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനും അത് ടൈം ബൗണ്ടായിട്ട് അച്ചീവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ബിൽഡിങ് റിലേഷൻഷിപ്സ്, നല്ല ഹെൽത്തി റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം.
empathy and the ability to collaborate with the people from diverse background. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികളുമായിട്ട് ഏത് രീതിയിൽ ഇൻട്രാക്ട് ചെയ്യണം, ഏത് രീതിയിൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു സിറ്റുവേഷന് ഒരു എംപതൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, എംപതി ഉണ്ടായിരിക്കണം. അവരുടെ സിറ്റുവേഷനിൽ നിന്ന് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ഒരു എബിലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ന്യൂ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതുപോലെ സൊല്യൂഷൻസും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. എസെൻഷ്യൽ ഫോർ ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ് ഗോൾ. നമ്മൾ മുമ്പ് പറഞ്ഞു, കൊളാബറേറ്റീവായിട്ട് ടീം വർക്ക് നല്ല പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കണം. ലീഡർഷിപ്സ് റോൾസ് റെസ്പോൺസിബിളായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ സ്കിൽസിൽ വരുന്നത്. ദ നെക്സ്റ്റ്, കരിയർ ആൻഡ് ലൈഫ് സ്കിൽസ്. ടൈം മാനേജ്മെൻറ്റ്, പ്ലാനിങ് ആൻഡ് ഗോൾ സെറ്റിംഗ്. പ്രോപ്പറായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കണം. ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കണം. പ്ലാനിങ്സ്, പ്രോപ്പർ ഡേയ്സ് ആണെങ്കിലും വീക്സ് ആണെങ്കിലും മന്ത്സ് ആണെങ്കിലും പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് മാനേജിങ് പേഴ്സണൽ റിസോഴ്സസ്. ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം, എത്തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ റിസോഴ്സുകളെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്കില്ലാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് മാനേജിങ് പേഴ്സണൽ റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കിൽസ് ദാറ്റ് പ്രിപ്പയർ ഫോർ കോളേജ്, കരിയർ ആൻഡ് ലൈഫ് ബിയോണ്ട് സ്കൂൾ. ഇതും പ്ലാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. നമ്മളിപ്പോൾ സ്കൂൾ സ്റ്റുഡൻറ്റ്, ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ, ഒരു സ്കിൽ, അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു സ്കിൽസ്. ഇപ്പോൾ കോളേജ് ആണെങ്കിലും ഫ്യൂച്ചറിൽ വരുന്ന കരിയേഴ്സ് ആണെങ്കിലും അതുപോലെ ലൈഫ്, നമ്മൾ ഏതൊരു കംഫർട്ട് സോണിലാണോ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇതാണ് കരിയർ ആൻഡ് ലൈഫ് സ്കിൽസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന 21st സെഞ്ച്വറി സ്കിൽസ് എന്ന് പറയുന്നത്. ദ ഫ്യൂച്ചർ ബിലോങ് ടു ദോസ് ഹൂ ആർ റെഡി ടു ഇന്നോവേറ്റ്, അഡാപ്റ്റ് ആൻഡ് ലീഡ്. വളരെ പ്രോപ്പറായിട്ട് ഇന്നോവേറ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലീഡ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ളവർക്കാണ് നല്ലൊരു ഫ്യൂച്ചർ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ കാത്തിരിക്കുന്നത്. 21st സെഞ്ച്വറി സ്കിൽസ് ആർ കീ ടു സക്സസ് ഇൻ ടുഡേയ്സ് വേൾഡ്സ്. അപ്പോൾ ടുഡേയ്സ് വേൾഡിലെ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും മനസ്സിലാക്കി കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കുന്നതിന് 21st സെഞ്ച്വറി സ്കിൽസ് വളരെ എസെൻഷ്യലാണ്. എൻകറേജ് യുവർ സെൽഫ്സ് ടു ഡെവലപ്പ് ദി സ്കിൽസ് അലോങ് സൈഡ് ദെയർ അക്കാഡമിക് ലേണിംഗ്. അപ്പോൾ കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിനോട് കൂടെ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ശ്രമം നടത്തണം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. താങ്ക് യു.